നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വിജയികൾ ആരെന്നറിയാൻ ഒരു ദിനം മാത്രം ബാക്കി. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതി ഏർപ്പെടുത്തിയ ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണം നടത്തി. കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുതുക്കാട് ഓട്ടോയുമായി കൂട്ടിയിടിച്ച കാർ വഴിയോരത്തെ പെട്ടിക്കടയിൽ ഇടിച്ചു കയറി. അപകടത്തിൽ 2 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വിജയികൾ ആരെന്നറിയാൻ ഒരു ദിനം മാത്രം ബാക്കി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 4 പഞ്ചായത്തുകൾ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ എന്നിവരെല്ലാം തെരഞ്ഞെടുപ്പ് വിധിയെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ചേർപ്പ്, വല്ലച്ചിറ, പാറളം, അവണിശ്ശേരി എന്നീ 4 ഗ്രാമപഞ്ചായത്തുകൾ. 4 പഞ്ചായത്തുകളിലായി 71 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 22 വാർഡുകളാണുള്ളത്. വല്ലച്ചിറയിൽ 16ഉം പാർലത്ത് 17ഉം അവണിശ്ശേരിയിൽ 16 വാർഡുകളുമുണ്ട്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിലാണ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ 14 ഡിവിഷനുകളാണുള്ളത്. അമ്മാടം, പള്ളിപ്പുറം, ഊരകം, അവണിശ്ശേരി, ചൊവ്വൂർ, എട്ടുമന, ചാത്തകുടം, വല്ലച്ചിറ, പെരിഞ്ചേരി, വെങ്ങിണിശ്ശേരി, കോടന്നൂർ, പാലിശ്ശേരി, ആറാട്ടുപുഴ, ചേർപ്പ് എന്നീ ഡിവിഷനുകളിലാണ് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ശനിയാഴ്ച ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ നടക്കുക. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂർ ജില്ലയിൽ 25 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റ് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് നടക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിക്കും മുൻപ് വരണാധികാരിക്ക് നേരിട്ടോ തപാൽ മാർഗമോ ലഭിക്കുന്ന വോട്ടുകൾ തുടക്കത്തിലെണ്ണും. വോട്ടെണ്ണൽ ദിനമായ ശനിയാഴ്ച ഡ്രൈഡേയാണ്. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതി ഏർപ്പെടുത്തിയ ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണം നടത്തി. കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർ പുരസ്കാരം ഏറ്റുവാങ്ങി. വ്യാഴാഴ്ച വൈകിട്ട് കലാസാംസ്കാരിക പരിപാടിയിലാണ് പുരസ്കാര സമർപ്പണം നടന്നത്. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. നടൻ ശിവജി ഗുരുവായൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര ചടങ്ങ് വളരെയേറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, പ്രാർത്ഥനയോടെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ സാക്ഷിയാക്കി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എനിക്ക് ഇത്തരം കലാകാരന്മാരൊക്കെ വളരെ സ്നേഹമാണ്, ബഹുമാനമാണ്. അവർ ഉപയോഗിക്കുന്ന കലയെ കീറിമുറിച്ച് സംസാരിക്കാനെന്നുള്ള അറിവ് എനിക്കില്ലെങ്കിലും അത് കണ്ടാസ്വദിക്കാനും കേട്ടാസ്വദിക്കാനൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ്. ഇത്തരം കലാകാരന്മാരെ ആദരിക്കുന്നത് എന്തുകൊണ്ടും ഇന്നത്തെ കാലത്ത് പ്രസക്തമാണ്. കാരണം ഇത്തരം വാദ്യ കലാകാരന്മാരെയൊക്കെ പോയ കാലങ്ങളിൽ നമ്മളൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളത്, അതിപ്പോൾ ചെറുകഥയിലായാലും നോവലിലായാലും ഞാനൊക്കെ കൈകാര്യം ചെയ്തിരുന്ന നാടകത്തിലായാലും എന്തിനേറെ സിനിമയിലായാലും ഇത്തരം ക്ഷേത്ര കലാവാദ്യ കലാകാരന്മാരെ അവതരിപ്പിച്ചിരുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ പ്രതിനിധിയായിട്ടാണ്. ഒരു ചെണ്ടമേളക്കാരനോ മറ്റു കലാകാരനോ അത്തരമൊരു കഥാപാത്രമായിട്ടാണ് ഏതൊരു നോവലിലും ഞാനൊക്കെ വായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതൊരു നാടകത്തിലും ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ അത് ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രതീകമായിരിക്കും. അങ്ങനെയാണ് പോയ കാലങ്ങളിലൊക്കെ ഇത്തരം ക്ഷേത്ര കലാകാരന്മാരൊക്കെ അവരെ കല ഉപവസിച്ച് പോന്നിരുന്നത്.
കഥകളി കലാകാരൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ പുരസ്കാര വിജയിയെ ആദരിച്ചു. ദേവസ്വം മാനേജർ മനോജ് കെ നായർ പ്രശസ്തി പത്രം സമ്മാനിച്ചു. ക്ഷേത്രവാദ്യകലാസ്വാദക സമിതി ചെയർമാൻ കെ എം മോഹനമാരാർ അധ്യക്ഷനായി. ജനറൽ കൺവീനർ വിനോദ് നടുവത്തേരി, യു പി കൃഷ്ണനുണ്ണി, സി പ്രേംകുമാർ, പി മണികണ്ഠൻ, പി മാധവമേനോൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മീര രാംമോഹൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി അരങ്ങേറി. ഏകാദശിയോടനുബന്ധിച്ചുള്ള 3 ദിവസത്തെ സംഗീതോത്സവം നവമി ദിനമായ ശനിയാഴ്ച വൈകിട്ട് 5-ന് സമാപിക്കും. പുതുക്കാട് ഓട്ടോയുമായി കൂട്ടിയിടിച്ച കാർ വഴിയോരത്തെ പെട്ടിക്കടയിൽ ഇടിച്ചു കയറി. അപകടത്തിൽ 2 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പുതുക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പെട്ടിക്കട നടത്തുന്ന പുതുക്കാട് സ്വദേശി ദേവദാസ്, കടയ്ക്ക് സമീപമുണ്ടായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ വെണ്ടോർ സ്വദേശി കണ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഹരിപ്പാട് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. 2 കുട്ടികൾ ഉൾപ്പെടെ 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റെയിൽവേ ഗേറ്റ് കടന്നുവന്ന കാർ ഓട്ടോയിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട പെട്ടിക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പെട്ടിക്കടയുടെ മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലിടിച്ചാണ് കാർ കടയിലേക്ക് പാഞ്ഞു കയറിയത്. കാർ നിയന്ത്രണം വിട്ട് വരുന്നത് കണ്ട് കടയുടെ മുൻപിൽ നിന്നിരുന്ന 3 പേർ ഓടിമാറിയത് ദുരന്തമൊഴിവാക്കി. അപകടത്തിൽ കട പൂർണ്ണമായും തകർന്നു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പറയുന്നത്. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് സ്വദേശികളായ അന്തിരി വീട്ടിൽ ബിജു, സഹോദരൻ ജിജു, കളത്തിപ്പറമ്പിൽ ഷാജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം നടന്നത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. ഷാജുവിന്റെ വീട്ടിലെ നക്ഷത്രങ്ങൾ, ചവിട്ടി, ചെടിച്ചട്ടി എന്നിവയും ബിജു, ജിജു എന്നിവരുടെ വീടുകളിലെ സൈക്കിളുകൾ, നക്ഷത്രങ്ങൾ എന്നിവയും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിരുന്നു. വൈദ്യുതി ഫ്യൂസ് ഊരിമാറ്റിയാണ് ആക്രമണം നടത്തിയത്. കൂടാതെ പൈപ്പിന്റെ ടാപ്പ് തുറന്ന് കുടിവെള്ളം പാഴാക്കുകയും ചെയ്തിരുന്നു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കനാലിൽ നിന്ന് ചെരുപ്പുകൾ, സൈക്കിളുകൾ തുടങ്ങിയവ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. അക്ഷരനക്ഷത്രം സ്നേഹസംഗമവും സമാദരണവും തൃശൂരിൽ നടന്നു. അക്ഷരനക്ഷത്രം സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രഥമ സ്നേഹസംഗമമാണ് സംഘടിപ്പിച്ചത്. സാഹിത്യ അക്കാദമിയിലെ ചങ്ങമ്പുഴ ഹാളിൽ നടന്ന സംഗമം നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഷിലിൻ പൊയ്യാറ അധ്യക്ഷനായി. എഴുത്തുകാരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ സുരേഷ് മങ്ങാട്ട് മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിലുള്ള 12 പ്രതിഭകൾ, സാഹിത്യ മത്സര വിജയികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇ ജിനൻ, സതീഷ് കുമാർ വിശാഖപട്ടണം, കെ ദിനേശ് രാജ, ആദിത്യൻ കാതിക്കോട്, മനോമോഹനൻ, റാനിയ മരിയ, പ്രതാപൻ നെല്ലിക്കത്തറ, അച്യുതൻ രംഗസൂര്യ, സക്കീർ മാസ്റ്റർ, സംഗീത പ്രദീപ്, ഡോക്ടർ M ജ്യോതി, അജിത്രി, ആദിത്യൻ കാതിക്കോട്, സഹീർ തങ്ങൾ എന്നിവരും സാഹിത്യ മത്സര വിജയികൾക്കൊപ്പം ആദരവേറ്റുവാങ്ങി. റജീന റഹ്മാൻ, പ്രിയങ്ക പവിത്രൻ, നൌഷാദ് പാട്ടുകുളങ്ങര, ഗിരിജനാചാരി, നോമി കൃഷ്ണ, സുവിൻ കൈപ്പമംഗലം എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാവ്യപാരായണവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൈപ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂമിന്റെ കീഴിൽ പുതുതായി ആരംഭിക്കുന്ന ഖുറാൻ സിറ്റിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. 2 ഏക്കർ ഭൂമിയിൽ അതിവിപുലമായ സൗകര്യങ്ങളോടെയാണ് ഖുറാൻ സിറ്റി സ്ഥാപിക്കുക. കൈപ്പമംഗലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഖുറാൻ സിറ്റിയുടെ വിശദാംശങ്ങൾ ഭാരവാഹികൾ അറിയിച്ചത്. ഗ്രാൻഡ് മോസ്ക്, ഖുറാൻ എക്സിബിഷൻ സെന്റർ, റിസർച്ച് സെന്റർ, മഗ്രൌൽ ഖുറാൻ, വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ എന്നിവയാണ് ഖുറാൻ സിറ്റിയിൽ ഉണ്ടാവുക. ഞായറാഴ്ച രാവിലെ കുടുംബസംഗമം നടക്കും. വൈകിട്ട് വനിതാ കോൺഫറൻസും നടക്കും. വൈകിട്ട് 4 മണിക്ക് ഖുറാൻ സിറ്റിയുടെ നിർമ്മാണോദ്ഘാടനം KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി നിർവഹിക്കും. ET ടൈസൺ MLA മുഖ്യാതിഥിയാകും. ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി പദ്ധതി വിശദീകരണം നടത്തും. KNM സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ, EH മുഹമ്മദ് ബാബു സേഠ്, M സലാഹുദ്ദീൻ മദനി, ഡോക്ടർ AI അബ്ദുൽ മജീദ് സ്വലാഹി, ഡോക്ടർ അബ്ദുൽ ഹസീബ് മദനി, CP സാലിഹ്, ഉമ്മർ മുല്ലശ്ശേരി, അബ്ദുൽ ഗഫൂർ പുതിയ വീട്ടിൽ എന്നിവരുൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. ബുസ്താൻ പ്രസിഡന്റ് PK മുഹമ്മദ്, ട്രഷറർ KA ബഷീർ, പ്രോഗ്രാം ചെയർമാൻ KA കബീർ ബുസ്താനി, ബുസ്താൻ അഡ്മിനിസ്ട്രേറ്റർ അഫ്സൽ, പബ്ലിസിറ്റി കൺവീനർ അബ്ദുൽ ഗഫൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,210 രൂപ, പവന് 97,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വിജയികൾ ആരെന്നറിയാൻ ഒരു ദിനം മാത്രം ബാക്കി. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതി ഏർപ്പെടുത്തിയ ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണം നടത്തി. കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുതുക്കാട് ഓട്ടോയുമായി കൂട്ടിയിടിച്ച കാർ വഴിയോരത്തെ പെട്ടിക്കടയിൽ ഇടിച്ചു കയറി. അപകടത്തിൽ 2 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.